ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ സോയാബീനിലെ ഒരു കുറുമ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മളെ ദോശയിലേക്കും അതുപോലെ ചോറിലേക്കൊക്കെ എടുക്കാൻ പറ്റിയ രൂപത്തിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് സവാള എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് തിളപ്പിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി ഒക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കുറുമയാണ് കേട്ടോ. നമ്മളെ ബീഫ് ഒക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കും കേട്ടോ. ഇത്രയും ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. സോയാബീൻ കുറുമ അതുപോലെ പൊരിക്കണമൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം ആയും കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. നന്നായി കഴുകി വൃത്തിയാക്കുമ്പോൾ ഓരോ ബക്കറ്റ് വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ ഓരോന്നിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ ഒരു നീര് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് മസാല കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ നന്നായി ചേർത്ത് പുളിയും നല്ല ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കടയിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക വത്തക്ക വേണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടുള്ള ഐസ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. അതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാത്രിയാണ് കേട്ടോ. രാത്രി അതൊക്കെ ഒന്ന് എന്താ പറയുക അത് കഷ്ണമാക്കിയതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മളത് ഐസ് ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവില്ലേ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ പുതിയ കൂട്ടുകാർ കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ആ ജാറിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. രാത്രി അതങ്ങ് ഫ്രിഡ്ജിലിരിക്കും. രാവിലെ എടുക്കാൻ നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അതെല്ലാം പകലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അവർ വന്ന് ആയോ എന്ന് ചോദിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മക്കളല്ലേ. അതിന് വേണ്ടി രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ അത് നന്നായി സെറ്റായിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് നമുക്ക് അടിപൊളിയൊരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ചൂടൊക്കെ പോയിട്ടുണ്ട്. മഴ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോസ് എടുത്താൽ കേട്ടോ. രാവിലെയാണ് പെയ്യണത്, 5 മണിക്ക് ശേഷമാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.